ഹായ്, ഇന്നത്തെ എൻ്റെ അച്ചുവിൻ്റെ കൊച്ചു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴാണ് എഴുന്നേറ്റത്. 10:30 മരുന്നൊക്കെ കഴിച്ച് കിടക്കുന്നവരുണ്ടും പിന്നെ 2 മണിയാവും കിടന്നുറങ്ങുമ്പോൾ. ഉറക്കമൊന്നുമില്ല, 2 മണിയാവും ഉറങ്ങുമ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ. ഞാനങ്ങനെ എഴുന്നേറ്റ് ഇനി ഫ്രഷൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഞാൻ പല്ല് തേക്കട്ടെ, ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് വീഡിയോ ഒക്കെ കാണാം. ഇന്നത്തെ എൻ്റെ രാവിലത്തെ കുറച്ച് കലാപരിപാടികളും കലാകോലങ്ങളും ആണ് കാണിക്കാൻ പോകുന്നത്. ഓയിൽ സ്കിന്നിന് ഏറ്റവും നല്ല ഉചിതമായ ഒരു ഫേസ് വാഷാണ് ഇത്. നല്ലൊരു ഇതാണ്, ഓയിൽ സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലതാണ് ഇത്. അല്ല, ഞാനിതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. ഹോസ്പിറ്റലിലൊക്കെ ആയപ്പോൾ എൻ്റെ സ്കിന്ന് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആകെ ഡള്ളായി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുള്ളൂ, സ്കിന്നെ നോക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇത് നല്ലതാണ്. നമ്മൾ എപ്പോഴും സ്കിന്നിലിടുമ്പോൾ കഴുത്തിലും കൂടി ഇട്ടോളണം. പിന്നെ ചെറിയൊരു മസാജും കൂടി കൊടുക്കണം. എനിക്ക് സ്കിന്നൊന്നും നോക്കാൻ പറ്റാറില്ല, ഈ വയ്യായികയും വേദനയും ഒക്കെ കൊണ്ട് സ്കിന്നൊന്നും നോക്കാൻ പറ്റാതെ ആകെ ഡള്ളായി. സ്കിന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഉറക്കില്ലായ്മ കൊണ്ട് കണ്ണിൻ്റെ ഇവിടെ കറുത്ത ഇത് വന്നു. ഈ വേദനയും ഇതൊക്കെ കൊണ്ട് ഉറക്കമെന്ന് പറഞ്ഞ സംഭവമേ ഇല്ലായിരുന്നു. ഒരു മാസം, ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 1 മാസം ഞാൻ ഉറങ്ങിയിട്ടില്ല. 1 മാസം ഫുള്ളായിട്ട് ഉറങ്ങിയിട്ടില്ല. രാവും പകലും രാത്രി ഒന്നും ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട് വേദനയും കൊണ്ട്. ഓക്കെ, ഞാനൊന്ന് ഫേഷ്യൽ ചെയ്തിട്ട് ഓക്കെ, ഇനി ഒന്ന് തുടക്കട്ടെ കേട്ടോ. രാവിലെ ഞാൻ ഇപ്പം എൻ്റെ സ്കിന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ല, സ്കിന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഇപ്പം ഞാൻ ഈ സാധനം കേട്ടോ, സ്കിൻ ഗ്ലോൻ്റെ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം. ഇതിന് ഷുഗർ അങ്ങനെയൊന്നുമില്ല. ഇത് നല്ല ഇതാണ്, ഷുഗറുകാർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഓറഞ്ച് ഫ്ലേവറാണ്. മധുരമൊന്നുമില്ല, ഒരു ചെറിയൊരു പുളിപ്പ് ഒക്കെ ഉള്ളൂ. ORSൻ്റെ ഒക്കെ ഒരു ടൈപ്പാണ്. അനിയൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞത് ഇതാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് ഇത് കുടിക്കും. നല്ല രസമാണ് ഇതിങ്ങനെ ആവുന്ന കാണാനൊക്കെ, നല്ല രസമാണ്. കുനിയാൻ പറ്റില്ല. നല്ല രസമല്ലേ കാണാനായിട്ടത്. ഒരു ഗുളിക പോലെ റൗണ്ടിൽ, ഗ്യാസ് മിഠായി പോലെ ഇരിക്കും. നമ്മുടെ പണ്ടത്തെ ഗ്യാസ് മിഠായി റൗണ്ടിൽ ഇരിക്കില്ലേ, അതേപോലത്തെ അത്രയേ ഉള്ളൊരു ഗുളിക. ഇത് നല്ല കളർ വരും കേട്ടോ.
പൊങ്ങി 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 ORSന്റെ സ്മെല്ലേ അടിച്ച്. അവൻ പറയുന്നു ORSന്റെ സ്മെല്ലടിച്ചതാണ്. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. അവന് വേണ്ടി ഈ നമ്മുടെ മാതളവും ആപ്പിളിൻ്റെ ഫ്ലേവറുള്ള ഒരു ഇതേപോലെ തന്നെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അനിയന് വേണ്ടി. പിന്നെ ആ കൊച്ചുമാണെങ്കിൽ അവർക്ക് പ്രതിരോധ ശക്തി കുറവുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ആപ്പിളിൻ്റെയും മാതള നാരങ്ങൻ്റെയും ഫ്ലേവറുള്ള ഇത് പ്രതിരോധ ശക്തി കുറവുള്ളവർക്ക് മെയിനായിട്ട് കഴിക്കേണ്ട സാധനമാണ് കേട്ടോ. സ്കിന്നിന് മാത്രമല്ല, സ്കിന്നിനും നമുക്ക് ഓൾറെഡി എല്ലാം ഇത് സ്കിന്നിന് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് പ്രതിരോധ ശക്തി കുറവിനുള്ളതാണ് ഈ സാധനം കേട്ടോ. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ. അപ്പോൾ അനിയനാണെങ്കിൽ ഓൾറെഡി അനിയനും കൊച്ചിനും പ്രതിരോധ ശക്തി കുറവാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രതിരോധ ശക്തിയൊക്കെ ഉണ്ട്. എന്നെ ആരാ അടിച്ചാലും ഞാൻ തിരിച്ചടിക്കും. അത് നല്ല രസമാണ്. ഇതേപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നല്ല രസം. നല്ല കളറാണ്. ഇത് കണ്ടാവോ, നല്ല അടിപൊളി ഓറഞ്ച് കളറായി. ഇതിനാണെങ്കിൽ പ്രതിരോധ ശക്തിക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇത് എനിക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് പ്രതിരോധ ശക്തി വളരെ കുറവാണ്. പക്ഷേ എനിക്കിത് ഷുഗർ ഉള്ളതായതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഭയങ്കര മധുരം കൂടുതലാണ്, നല്ല മധുരമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റില്ല. ഷുഗറുകാർക്ക് ഏറ്റവും നല്ലത് ഓറഞ്ച്, ഇതിൻ്റെ കേട്ടോ നല്ലത്, ഓറഞ്ച് ഫ്ലേവർ ഉള്ളത്. ഇതിന് ഷുഗർ വളരെ കുറവാണ്. വളരെ കുറവെന്നല്ല, ഷുഗറേ ഇല്ല സത്യം പറഞ്ഞാൽ. പുളിയും ORSൻ്റെ ഒക്കെ ഒരു ചൊവയാണ്. ഇത് നല്ല കറക്റ്റ് ഓറഞ്ച് കളറായിട്ടുണ്ട്. ഇതാ റെഡ് ആവുന്നു. ഇത് കുടിക്കുമ്പം കറക്റ്റ് നമ്മുടെ മറ്റേ ആപ്പിൾ ജ്യൂസ് ഇല്ലേ, പക്ഷെ ഭയങ്കര മധുരമാണ്. ആപ്പിൾ ജ്യൂസിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ, ആപ്പിൾ ഫിസ് അതിൻ്റെ. ഇത് റെഡി ആയിട്ടാ. ഇനി അടുത്തതായിട്ട് ഞാൻ കുടിക്കുന്നത് ഇതാണ്. വെയിറ്റൊക്കെ കുറയാനും, വെയിറ്റല്ല കൂടുതലും ഫ്ലാറ്റ് ലിവറിൻ്റെ, നമ്മുടെ ഫ്ലാറ്റ്, ശരീരത്തിൽ ഫ്ലാറ്റ്, എനിക്ക് ഓൾറെഡി ഫാറ്റ് ലിവറൊക്കെ ഉണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ, ഷുഗർ വരുമ്പോൾ ഓൾറെഡി അങ്ങനെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് ഏറ്റവും നല്ലതായിട്ട് ഞാൻ നോക്കിയിട്ട് മേടിച്ച സാധനമാണ്. ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായി യൂസ് ചെയ്യണം. ഇതിനകത്ത് ശംഖുപുഷ്പവും ഇഞ്ചിയും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ചേർക്കണേ. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം, കിറ്റ്. അപ്പം ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ ഇപ്പം ഞാനിത് കുടിക്കട്ടെ കേട്ടോ. ഫസ്റ്റ് ഞാൻ കുടിക്കുന്നത് ഇതാണ് കേട്ടോ, ഓറഞ്ചിൻ്റെ. എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് അറിയില്ലേ, അതുണ്ടോ ശരീരത്തിനും നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ വെള്ളം കുടിക്കാൻ മടിയുള്ളവർ ഇങ്ങനെ ഈ സാധനമൊക്കെ മേടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ എനിക്ക് സംബന്ധിച്ച് ഞാനിപ്പോൾ കുറച്ച് ദിവസമായുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് കുടിച്ചതിന് ശേഷം എനിക്ക് എന്തോ ഒരു ചെറിയൊരു മാറ്റം പോലെ എനിക്ക് തോന്നിയിരുന്നു. തന്നെ ഭയങ്കര ഡള്ളായിരുന്നു. എല്ലാവർക്കും അറിയാലോ, ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്കൊന്ന് വേദനകളും കൊണ്ട് നമ്മുടെ ഫേസൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയില്ല. എനിക്കാണെങ്കിൽ ഫേസ് ശ്രദ്ധിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സ്കിന്നൊക്കെ നോക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര സങ്കടമാണ് ഒന്ന് മാറ്റം വന്നത്. ഇപ്പം തന്നെ കണ്ട പിരികൊക്കെ കണ്ട. ഞാൻ ത്രെഡൊക്കെ ചെയ്യും. ഈ പ്രായത്തിലാണെങ്കിലും എനിക്ക് ത്രെഡൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുന്ദരിയായിട്ട് എപ്പോഴും ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കാൻ ഭയങ്കര കാര്യമുള്ള ആളാണ്, കൂട്ടത്തിലാണ്. പിന്നെ എനിക്ക് വേറെ അധികം യൂസ് ചെയ്യില്ല ഞാൻ. ഇപ്പോൾ സിറം, ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വന്നപ്പോഴാണ് എല്ലാം തുടങ്ങിയത് കേട്ടോ. ഭയങ്കര ഡള്ളായിട്ട് സിറം യൂസ് ചെയ്യുന്നുണ്ട്, മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, പിന്നെ സൺക്രീം ഇടും, പിന്നെ വേറെ ഒന്നും യൂസ് ചെയ്യില്ല. പിന്നെ ലിപ്സ്റ്റിക്ക്, കണ്ണെഴുതൽ,
പൊട്ട് കുത്തും. പൗഡർ വേറെ ഫൗണ്ടേഷൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ എൻ്റെ സ്കിന്നിന് പറ്റിയ നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എൻ്റെ ഈ കറുത്ത പാട് ഇപ്പോൾ കണ്ണിൻ്റെ അവിടെ ഉറങ്ങാത്തതുകൊണ്ടാണ് മെയിനായിട്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിന് കെയർ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഇത് കാണുന്നവർ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഹെൽപ്പായിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പം ഇനി ഇതിടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എല്ലാം ചെയ്തു തരുന്ന അനിയനാണ് കേട്ടോ. ഒരു ഗ്ലാസ് ചൂടാക്കിയ വെള്ളം ഉണ്ട് ഇപ്പം. ഇപ്പം ഈ സാധനം മേടിച്ചതിന് ശേഷം സുഖമായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ സുഖമായിരുന്നു പോയപ്പോൾ. ഇതാണ് യൂസ് ചെയ്തത് ആശുപത്രിയിൽ. ഇതിനകത്ത് വെള്ളം തിളപ്പിച്ച് നമുക്കെല്ലാം കുടിക്കാനും എല്ലാത്തിനും ഇതായിരുന്നു. ഭയങ്കര യൂസായിരുന്നു കേട്ടോ എനിക്ക്. അതുകൊണ്ട് ആ റൂമിൽ തന്നെ വെച്ചത്. എനിക്കിപ്പോൾ ഇടയ്ക്ക് ഞാൻ പഞ്ചസാര യൂസ് ചെയ്യില്ല, പഞ്ചസാര ഒട്ടും യൂസ് ചെയ്യണില്ല. അപ്പോൾ രാവിലെ ഇപ്പം ഇത് കുടിക്കും. പിന്നെ ഇതിനി നല്ല കളറായിട്ട് വരും കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം കളർ ഇങ്ങനെ വരുന്നത്, നല്ലൊരു കളറ് എന്താ. പിന്നെ പാൽപ്പൊടിയാണിത്. ഇത് ഞാൻ വൈകുന്നേരമാണ് കുടിക്കണം കേട്ടോ. പാൽപ്പൊടി അതാണ് ഇവിടുത്തെ രസങ്ങൾ. എപ്പോഴാണ് ഇപ്പോൾ ഒരു ഇച്ചിരി കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞാൽ മധുരമില്ലാതെ കുടിക്കും. പിന്നെ ഇതിങ്ങനെ കളറാവാൻ ഇത്തിരി താമസം എടുക്കും കേട്ടോ. പക്ഷെ ഭയങ്കര കളറാവും കണ്ടാ. പിന്നെ എനിക്ക് ചൂടോടെ കുടിക്കുന്നത്, എനിക്ക് എന്തും ചൂടോടെ കുടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ്. ഒരുവിധം നേരിയ ചൂട് മാത്രമേ ഞാൻ കുടിക്കുള്ളൂ. ഇത് ഭയങ്കര കട്ട കളറാവും കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ നല്ലൊരു കളറ്, ശംഖുപുഷ്പത്തിൻ്റെ ആ പൂവിൻ്റെ കളർ തന്നെ ആവും. കണ്ടോ? ഇതിന് എത്രയായിരുന്നു പ്രൈസ്? ഇതിന് റേറ്റ് വരുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി, ഫോണിൽ നോക്കണം. അതിനകത്ത് പാക്കറ്റിൽ കാണിക്കുന്ന റേറ്റ് ഞാൻ കാണിച്ചു തരാം. 499 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കാണിക്കണേ. നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും പൈസ ഇല്ല, നല്ല ഓഫറും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ശംഖുപുഷ്പത്തിൻ്റെ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. വളരെ റിവ്യൂ ഒക്കെ ഇതിനകത്താണ് കണ്ടത്. അപ്പോൾ ഞാനിത് പ്രൊഡക്റ്റ് ഇതിനകത്തൊരു 30 പാക്ക് ഉണ്ടാവും. 30 ഇങ്ങനെ കിറ്റ് പോലത്തെ പാക്ക് ഉണ്ടാവും കേട്ടോ. ഒരു പാക്കറ്റ് ടീ ബാഗ് പോലത്തെ 30 ഉണ്ടാവും കേട്ടോ ബാഗ്. നമുക്ക് ഒരു മാസം എന്തായാലും കഴിക്കാം. ഒരു മാസം എന്നല്ല, നമ്മൾ സ്ഥിര ജീവിതത്തിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ശംഖുപുഷ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തലമുടി, സ്കിന്ന് എല്ലാത്തിനും ഏറ്റവും നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് ശുദ്ധീകരിക്കാനും എല്ലാത്തിനും ശംഖുപുഷ്പം ഏറ്റവും നല്ലതാണ്. ഇപ്പം വീട്ടിൽ ശംഖുപുഷ്പം ഉള്ളവർ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി വെള്ളം വെച്ചിട്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് അതിനകത്ത് ഇടാം. ശംഖുപുഷ്പത്തിൻ്റെ ഒരു പൂവെടുത്തിട്ട് ആ ചായയിൽ ഇടാം. ചായപ്പൊടിയും ഇടാം. ചായപ്പൊടി ചിലവർക്ക് വേണമെങ്കിൽ ചായപ്പൊടി ഇടാം, അല്ലെങ്കിൽ ചായപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ശംഖുപുഷ്പവും ഇഞ്ചിയും നീരും ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് രാവിലെ അങ്ങനെ കുടിക്കാം. ശംഖുപുഷ്പം ഉള്ളവരെ വെറും വയറ്റിലല്ല കുടിക്കാം, വെറും വയറ്റിൽ കുടിക്കാം കേട്ടോ. വെറും വയറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. വെറും വയറ്റിൽ ആദ്യം തന്നെ എഴുന്നേൽക്കുമ്പോൾ, അതിന് ശേഷം ഇത് തിളപ്പിച്ച് കുടിക്കാം. അപ്പോൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കാൻ മടിയുള്ളവർ ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം മേടിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1299 രൂപയാണ് ഇതിൻ്റെ ശരിക്കുള്ള റേറ്റ്. പക്ഷെ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഓഫറാണ്. എനിക്ക് നല്ല ഓഫർ തന്നെയാണ് കിട്ടിയത്. 300 സംതിങ്ങിൻ്റെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിനകത്ത് എന്നെ സംബന്ധിച്ച് ഫ്ലിപ്കാർട്ട് എൻ്റെ ഒരു കൂടപ്പുറപ്പ് പോലെ ബുക്ക് ചെയ്യുന്നതാണ്. ഡെയിലി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓഫർ വരുമ്പോൾ ഞാൻ ഡെയിലി മിക്കപ്പോഴും ഓഫർ വരുന്നത് എന്തും അധികം പൈസയുടെ സാധനങ്ങളൊന്നും മേടിക്കില്ല കേട്ടോ. കൂടിയത് 500 താഴെയുള്ള ഇത് എന്നെക്കൊണ്ട് പറ്റണ്ടേ. എന്നെക്കൊണ്ടല്ല, എൻ്റെ അനിയന്മാരെ കൊണ്ട് പറ്റണ്ടേ. അനിയനാണ് എനിക്ക് എല്ലാം മേടിച്ചത്. എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ട് അനിയന്മാരുണ്ട്. എന്ത് തോന്നിയ അവസ്ഥയിലും അനിയന്മാരുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും മേടിച്ചു തരും കേട്ടോ. അല്ല,
ഇതിൻ്റെ കളറ് കണ്ട, ഞാൻ എടുത്ത് കാണിച്ചു തരാം. ബ്ലാക്ക് അല്ല, ഒരു ബ്ലാക്ക് അല്ല കേട്ടോ, ഒരു നീല കളറ് കണ്ടാ, നീല കളറാണ് കേട്ടോ ഇതിൻ്റെ. ഗ്രേപ്പിൻ്റെ ഒക്കെ കളറല്ലേ. അപ്പം ഇതാണ് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. പിന്നെ ഞാനിനി പിന്നെ എനിക്ക് പറയാനായിട്ട് ഇപ്പം ഇനി രാവിലെ ഇത് കുടിച്ചതാറുണ്ട്. ഇനി രാവിലെ അധികം നേരം നിൽക്കാനോ ഇരിക്കാനൊന്നും പറ്റൂല. ഞാനതുകൊണ്ട് ഇതാക്കട്ടെ കേട്ടോ. മിനിറ്റ്. അപ്പം ഈ സാധനം മേടിച്ചതിന് ശേഷം വളരെ കംഫർട്ടായിട്ട് എനിക്ക് ഭയങ്കര ഒരു സുഖം കിട്ടി സാധനം. ഇപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിലൊക്കെ ഇത് ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ നല്ല ഓഫറാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് മേടിക്കേണ്ട വന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പിന്നെ ശ്വാസം മുട്ട കൂടിയപ്പോൾ തല നല്ലോണം പൊക്കി വെക്കണം. അപ്പോൾ അതൊരു പെട്ടെന്ന് മേടിക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ട് ഇത് ഞാൻ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്, കടയിൽ നിന്നാണ് മേടിച്ചത്. അതുകൊണ്ട് ഇത്തിരി പൈസയായി. കടയിൽ നിന്നായതുകൊണ്ട് 2500 രൂപയായി. നമ്മ ഫ്ലിപ്കാർട്ടിലൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ 800 സംതിങ്ങിനൊക്കെ ഇത് കിട്ടും. സെയിം സാധനം തന്നെ കേട്ടോ. ഈ സാധനം തന്നെ പ്രോഡക്റ്റ് ഒരു വ്യത്യാസവും, ക്വാളിറ്റി ഒന്നും വ്യത്യാസമില്ല. പക്ഷെ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ 2500 ആവും. നമ്മൾ അവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ അത്രയും പൈസ നമുക്ക് ആവില്ല കേട്ടോ. ബുക്ക് ചെയ്ത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം പിടിക്കും, ഒരു 10 ദിവസം പിടിക്കും ഇത് വരാനെന്ന്. അത് ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് മേടിച്ചത്. കിടക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. നടുവേദനയും തലവേദനയും ശരീരമൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ ഇനി രാവിലെ ഇനി ഫുഡ് കഴിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയനിയൻ ചില സമയത്ത് ഇടിയപ്പം ഉണ്ടാക്കും. എപ്പോഴും ഉണ്ടാക്കി തരാൻ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ വേദനയല്ല ഇങ്ങനെ തിരിക്കുമ്പോൾ. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇടിയപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മെഷീൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ അവനാണ് ഇടിയപ്പം ഉണ്ടാക്കി തരുന്ന ആൾ. അപ്പോൾ ആഴ്ചയിൽ എനിക്ക് പറയുമ്പോൾ എന്തായാലും ഉണ്ടാക്കി തരും കേട്ടോ. പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരും. ഞാനപ്പോൾ എപ്പോഴും പറയാറില്ല അവനെക്കൊണ്ട്. പിന്നെ ഇളയനാണെങ്കിലും മൂത്ത ആണെങ്കിലും ഓരോന്നും ഉണ്ടാക്കി തരും. ചില രാവിലെ എല്ലാ ജോലിയും കൂടി ചെയ്യുന്നവരുണ്ട്. ചില സമയത്ത് ബുക്ക് ചെയ്ത് എന്തെങ്കിലും മേടിക്കും ഫുഡ്, ഇഡ്ഡലിയോ അല്ലെങ്കിൽ വെള്ളയപ്പോ നൂലപ്പോ പൂരി മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട്, മേടിച്ച് തരും. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ അത് കഴിക്കുള്ളൂ. ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഇനി കാണാം. ഇനി തുടർന്ന് ഇതേപോലെ കുറച്ച് മണ്ടത്തരവും ഇതേപോലെ കുറച്ച് കോപ്രായവും എല്ലാമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം കേട്ടോ.